ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. 51-ാം സങ്കീർത്തനം 17-18 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിനായി എടുക്കുന്നത്. Psalms 51 verses 17 and 18. So 16 and 17. 51-ന്റെ 16-17 വാക്യങ്ങൾ. I'm going to share about the sacrifices that pleases God. ദൈവത്തിന് പ്രസാദകരമായ യാഗം ഏതാണെന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. You do not desire a sacrifice, or I would offer one. You do not want a burnt offering. The sacrifices you desire is a broken spirit. You will not reject a broken and a repentant heart, O God. കർത്താവിന്റെ മഹത്വം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഇന്ന് നാം വായിച്ച സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും ഏകദേശം ഒരുപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. ദാവീദ് തന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട് ആ പരാജയം അല്ലെങ്കിൽ ആ പാപം താന് ഹൈഡ് ചെയ്യുവാനായി ട്രൈ ചെയ്തു. ചില നാളുകൾ, മാസങ്ങൾ അങ്ങനെ താൻ കഴിഞ്ഞു. എന്നാൽ ഒരു പ്രവാചകൻ കടന്നു വന്ന് തന്റെ പാപം തനിക്ക് ബോധ്യമാക്കി കൊടുത്തു, നാഥാൻ പ്രവാചകൻ. അപ്പോൾ അതിന് റിവെഞ്ച് ചെയ്യുവാനല്ല, വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ തന്റെ പാപങ്ങളെ ഏറ്റുപറയുകയായിരുന്നു താൻ ചെയ്തത്. അതാണ് നാം ഈ സങ്കീർത്തനത്തിലും 32-ലും വായിക്കുന്നത്. ഞാൻ എന്റെ ലംഘനങ്ങളെ അവനോട് ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്റെ പാപം ക്ഷമിച്ചത്. സ്തോത്രം. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ദൈവമേ, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല. അത് നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എനിക്കിഷ്ടം പോലെ പൈസയുള്ളതാണ്. ഞാൻ എത്ര ഹോമയാഗം വേണമെങ്കിലും കഴിക്കാൻ കഴിയുണ്ടായിരുന്നു. പക്ഷെ അത് നിനക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ ഈ വിഷയത്തിന് നിന്റെ ഈ ഞാൻ കൊണ്ടുവരുന്ന ഹോമയാഗം കൊണ്ട് പരിഹാരമാകത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ നിനക്ക് പ്രസാദമുള്ളത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. That's what I am going to share. The sacrifices you desire is a broken spirit. തകർന്ന് മുറിവേറ്റതായ ഏതെങ്കിലും ഒരു യാഗമൃഗത്തെ യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നാൽ ദൈവം സ്വീകരിക്കത്തില്ല. മലാക്കി പ്രവാചകന്റെ കാലത്ത് ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ മുറിവുള്ളതും കേടുള്ളതുമൊക്കെ എനിക്ക് അർപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. പക്ഷേ തകർന്നും മുറുകിയുമുള്ള ഹൃദയത്തോടെ ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിയെ ദൈവം നിരസിക്കത്തില്ല, സ്വീകരിക്കും. പരീക്ഷന്മാർക്ക് അത് ഇഷ്ടമാകത്തില്ല. ഒരിക്കൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ ചെന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ടാക്സ് കളക്ടർ ആൻഡ് എ ഫാരിസി. ടാക്സ് കളക്ടർ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ കഴിയാതെ, ധൈര്യമില്ലാതെ, മാറത്തടിച്ചുകൊണ്ട് ഞാന് പരാജിതനാണ്, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുകയായിരുന്നു. പക്ഷെ പരീക്ഷൻ അവനെ നിന്ദിക്കുമായിരുന്നു. ഇരിക്കുന്ന പരീക്ഷന് ഈ ചുങ്കക്കാരൊന്നുമല്ല, ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം പ്രസാദിച്ചത് ആ ചുങ്കക്കാരന്റെ തകർന്ന ഹൃദയത്തോടുകൂടെയുള്ള ആരാധനയായിരുന്നു, ആ പ്രാർത്ഥനയായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിൽ വായിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം
ദൈവം തന്നെ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം നമ്മൾ തന്റെ പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കുക എന്നുള്ളതാണ്. The main purpose or plan for human being is to be become like his image or the image of Jesus. അവന്റെ സ്വന്തം പുത്രന്റെ സ്വഭാവത്തോട് അനുരൂപരാകുക. കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, come and learn from me. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്ക്, കേക്ക്. എന്റെ മുഖം ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്ക്, അതുപോലെ നിങ്ങളാകുക. അതാണ് കർത്താവ്. ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാണ്. meek and humble. അതാണ് ദൈവം, യേശു അതാണ് കാണിച്ചു തന്നത്. അത് തന്നെയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. Let the mind of Christ be in you. Philippians chapter 2 verse 5. വാസ്തവത്തിൽ പ്രവാചകനായ യെശയ്യാവാണ് യേശു ക്രിസ്തുവിന്റെ ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് കാണിച്ചിരിക്കുന്നത്. ആരാണ് യേശു? 53-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും. സ്തോത്രം. ഞങ്ങൾ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? Who has believed our message? To whom has the Lord revealed his powerful arm? ഞങ്ങൾ കേൾപ്പിച്ചതായി വിശ്വസിക്കുന്നു. We need to hear the word of God. We need to hear from God. നമ്മൾ കേൾക്കണം. കേൾക്കുന്നത് നമ്മൾ വിശ്വസിക്കണം. To whom has the Lord revealed his powerful arm? അവന്റെ യഹോവയുടെ ഭുജം, പവർഫുൾ ആംസ് എന്നാണ് ഇവിടെ വായിച്ചത്. ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇത് കർത്താവ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ ഭുജമാണ്. Who is the arm of God? That is Jesus. യഹോവയുടെ ഭുജം കർത്താവായ യേശുവിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ യഹോവയുടെ ഭുജം, അതിന്റെ പവർ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരണം. പത്രോസ് ഒരു വലിയ കൺഫ്യൂഷനൊക്കെ നടത്തി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ യേശു പറയുകയാണ്, പറയോനെ ശിമോനെ, നീ ഭാഗ്യവാനാണ്. You are blessed one. This revelation, you didn't receive this revelation from your family heritage or your education, instructions, but Father revealed to you. ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവം വെളിപ്പെടുത്തി കൊടുത്തവർക്ക് മാത്രമേ ഈ വചനം അല്ലെങ്കിൽ ഈ യഹോവയുടെ ഭുജം അല്ലെങ്കിൽ യേശു ആരാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ള ദൈവമല്ല. ഒരിക്കൽ യേശു തന്നെ ദൈവത്തെ സ്തുതിച്ചു. യേശു രാവിലെ മുതൽ വൈകുന്നവരെയും ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം പറഞ്ഞ് രോഗികളെയൊക്കെ സൗഖ്യമാക്കി. പക്ഷേ അവരാരും മനസ്സാക്കിയിട്ടില്ല. അവര് പലരും യേശുവിനെയാണ് ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഓടിച്ചതേ ഉള്ളൂ. പക്ഷെ ഈ യേശുവിന്റെ ചില ശിഷ്യന്മാര് അവര് യേശു പറഞ്ഞ വാക്ക് കേട്ടുണ്ടെന്ന് പോയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശാസിച്ചു, ഭൂതങ്ങളെ ശാസിച്ചു, അത് വിട്ടുപോയി. ഭയങ്കര സന്തോഷത്തോടെ യേശുവിന്റെ അരികെ വന്നു. യേശുവേ, ഇതാണ് റിപ്പോർട്ട്, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ആത്മാവിൽ ആനന്ദിച്ചിട്ട് പറഞ്ഞത്, ദൈവമേ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ച ശിശുക്കളെ പോലെ വിശ്വസിച്ച ഇവർക്ക് നീ ഇത് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം ഈ ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത ദൈവമക്കൾ
ലോകത്തിൽ ഒത്തിരി ജ്ഞാനികളൊക്കെ ഉണ്ട്, ഒരുപാട് ജ്ഞാനികൾ, ഒത്തിരി അറിവുള്ളവരും PhD ഉണ്ട്, ഡോക്ടേഴ്സ്. അതെല്ലാം നല്ലതാണ്, ലോകപ്രകാരമുള്ള അറിവെല്ലാം ആവശ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ അറിവ് യേശു ആരാണെന്നുള്ള വെളിപ്പാട്. The greatest discovery is knowing who Jesus is. യേശു ആരാണെന്നുള്ളത്. അതുകൊണ്ടാണ് യേശു തന്നെ ചോദിച്ചത്, ആളുകളെല്ലാവരും മനുഷ്യപുത്രനെ കുറിച്ച് അവൻ ആരാന്നാ പറയുന്നേ? പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാ പത്രോസ് തന്റെ ആ വലിയ കൺഫെഷൻ പറഞ്ഞത്. ദൈവമക്കളെ, ദൈവത്തിന് ആരിലൂടെയും നമ്മളോട് സംസാരിക്കാം, നമ്മളത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, അറാം രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു നയമാൻ. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വേലക്കാരി പെണ്ണുണ്ടായിരുന്നു. അവള് പറഞ്ഞ യജമാനെ, ഇങ്ങനെയൊക്കെയുള്ള അസുഖമൊക്കെ ഉണ്ടല്ലോ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ എനിക്ക് പോയാൽ സുഖാവും. നീ സെർവന്റുകൾ എന്നെ പ്രതീക്ഷിക്കാനില്ല. ഞാൻ ആരാന്ന് നിനക്കറിയാമോ? കമാൻഡർ ഇൻ ചീഫ് ആണെന്നൊന്നും അയാൾ പറഞ്ഞില്ല. അയാളത് ഈ സമർപ്പിച്ചു കേട്ടു. ശരി, എന്നാ പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹം പോയപ്പോൾ ചില തടസ്സങ്ങളൊക്കെ തനിക്ക് നേരിട്ടു. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ എലിശയിലേക്ക് ആദ്യം യെരൂശലേമിലെ ഇസ്രായേലിന്റെ രാജാവിലേക്ക് പോയി അടയിൽ കണ്ടപ്പോഴേക്കും വസ്ത്രമൊക്കെ കീറി ആകെ ഭയപ്പെട്ടു പോയി. ഇത് യുദ്ധത്തിലുള്ള ഒരു പരിപാടിയാണെന്നാണ് വിചാരിച്ചത്. എലിശ കേട്ടപ്പോൾ പറഞ്ഞു, എന്തിനാ നീ വസ്ത്രം കീറിയത്? സെൻഡ് ഹിം ടു മീ, എനിക്ക് വിടാൻ പറഞ്ഞു. ശരി, എലിശയിലേക്ക് പറഞ്ഞു. എലിശയിലേക്ക് അദ്ദേഹം ആരവാരങ്ങളോടെ, സൈന്യത്തോടെ, രഥങ്ങളോടെ ഒക്കെ പോവുകയാണ്. കാര്യം കമാൻഡർ ഇൻ ചീഫ് അല്ല, ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ചെന്നപ്പോ ഈ പ്രവാചകൻ അയാളുടെ കസേരയിൽ എഴുന്നേൽക്കുകയായിട്ട് ഇയാളെ വിഷയമായിട്ട് ഒന്നും ചെയ്തില്ല. വേലക്കാരനോട് പറഞ്ഞു, tell him to go and dig 7 times in river Jordan. യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുന്നിട്ട് വരാൻ പറയാം. ഞാൻ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് പോലും എന്നോട് ഒരു റെസ്പെക്ട് ഞാൻ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചല്ലോ ഇദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കൈയൊക്കെ ഒന്ന് കാണിച്ച് എന്നെ ഒന്ന് സുഖമാക്കുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് പല എക്സ്പെക്ടേഷൻ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചു, ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ആ വിചാരങ്ങൾ മാറ്റാതെ നമുക്ക് ഡെലിവറൻസ് കിട്ടത്തില്ല. That our some expectations or our imaginations are hindrance for our healing. That may be delay, that can delay our healings. Then he was so offended and furious and tried to go back. പക്ഷെ അവന്റെ സെർവന്റ് പറഞ്ഞു, രാജാവ് സാറേ, യജമാനെ, ഇതിനേക്കാൾ വലിയൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്റെ ആ സ്ഥാനമെല്ലാം മറന്നു കലക്ക വെള്ളത്തിൽ മുങ്ങാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശരീരം ഒരു കുഞ്ഞിന്റെ ശരീരം പോലെ വ്യത്യാസമായി വന്നു. The main source of our transformation is our humbleness. നമ്മുടെ താഴ്മയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ രൂപാന്തരത്തിനെല്ലാം കാരണം. ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യം. ഇപ്പം യെശയ്യാപ്രവചനത്തിലെ ആ വാക്യം പറഞ്ഞിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. അവിടെ നമുക്ക് യേശുവിനെ കുറിച്ചൊന്ന് നോക്കാം. സ്തോത്രം. അവൻ ഇളയ കൈ പോലെയും വരണ്ട നിലത്ത് വേര് മുളയ്ക്കുന്നത് പോലെയും മുളച്ചു വരും. അവനെ കണ്ട ആളിൽ നിന്നൊരു തോന്നുമാറും വിരൂപമായിരിക്കും. ആളുകളെല്ലാവരും അവനെ നിന്ദിക്കും, ത്യജിക്കും, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. They will judge him. എന്താ പറയുന്നത്? ദൈവം അവനെ ശിക്ഷിച്ചു, ദണ്ഡിപ്പിച്ചിരിക്കും. ദൈവം എന്തിനാ ശിക്ഷിക്കാൻ ദണ്ഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അവൻ ചെയ്ത തെറ്റുകൊണ്ടാണ്. ദൈവം അവനെ ശിക്ഷിച്ച് ദണ്ഡിപ്പിച്ചിരിക്കുന്നതൊക്കെ ആളുകൾ അവനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം. പക്ഷേ കർത്താവ് അവിടെ എന്തെങ്കിലും തന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പറഞ്ഞതായി ആ പ്രവചനത്തിലോ ഇത് നിവർത്തിയായ സുവിശേഷങ്ങളിലോ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സ്തോത്രം.
അവൻ അതെല്ലാം സന്തോഷത്തോടെ സഹിച്ചിട്ട് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ മൗനമായിരുന്നു. അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി അകത്യയാഗമായി തീർന്നു. എന്ത് പ്രതീക്ഷിച്ച അവൻ അങ്ങനെ ചെയ്തത്? അവൻ സന്തതിയെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അതെല്ലാം സംഭവം. ഐ വിൽ സീ ജനറേഷൻ, ഓസ്പ്രിങ്, ഒരു സന്തതിയെ ഞാൻ കാണും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അത് സാധിച്ചു. ആരാണ് ആ സന്തതി? ദൈവമക്കൾ, സഭ, നമ്മളാണ് ആ സന്തതി. അപ്പൊ നമ്മളെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ആ കർത്താവ് അതെല്ലാം ചെയ്തത്. ആ കർത്താവ് ചെയ്ത് കാണിച്ചത് എന്തിനാ? കർത്താവിനെ പോലെ നമ്മൾ ആരണം. അതിനാ let the mind of Christ to be in you, in me. നമ്മളിൽ അതുണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ നിന്ദിക്കപ്പെടുകയോ, if somebody despises or rejects us, നമ്മെ ആരെങ്കിലും സംശയിക്കുകയോ നിന്ദിക്കുകയോ നമ്മൾക്ക് യോഗ്യം, നമുക്ക് അർഹിക്കുന്ന ബഹുമാനം തരാതിരിക്കുകയോ ചെയ്താൽ നമ്മളുടെ മനസ്സിലായി നമ്മളെ ആളുകൾ ജഡ്ജ് ചെയ്യുക, തെറ്റായിട്ട് ജഡ്ജ് ചെയ്യുക. നമുക്കറിയാം ശരിയൊന്നുമല്ല. പക്ഷേ അപ്പോൾ നമ്മളുടെ ആ റിയാക്ഷൻ എന്തായിരിക്കും? യേശുവിന്റെ ഭാവമായിരിക്കുമോ നമുക്കുള്ളത്? സ്തോത്രം. യേശുവിന്റെ മനസ്സായിരിക്കുമോ നമുക്കുള്ളത്? അതോ നമ്മൾ തന്നെ അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, എന്റെ ജീവിതം അങ്ങനെയില്ല എന്ന് പറഞ്ഞ് നമ്മൾ സകല കഴിവുപയോഗിച്ച് നമ്മുടെ നഖവും പല്ലും ഉപയോഗിച്ച് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ നമ്മൾ ട്രൈ ചെയ്യുമോ? അതോ ഇല്ല. യഹോവയുടെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എന്നെ തകർത്തു കളയുവാൻ അവന് ഇഷ്ടം തോന്നി, അവനിനി കഷ്ടമരുത്തി എന്നാ യേശു പറയുന്നത്. പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയാണ്. എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എന്നെ അവൻ ഷെയ്പ്പാക്കുകയാണ്. ആട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം യേശുവിന്റെ പോലെയാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ അതിൽ നിന്ന് നമ്മെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മളിൽ അറിയാതെ തന്നെ ഉണ്ടാകും. എനിക്കങ്ങനെ പറയരുത്, എന്നെ കുറിച്ച് അങ്ങനെ പറയരുത്, എന്നെ അങ്ങനെ നിന്ദിക്കരുത് എന്ന് നമ്മൾക്ക് ഒരു ചിന്തയുണ്ടാകും. ആ ചിന്ത ഉണ്ടാകുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വി ആർ നോട്ട് ബ്രോക്കൺ. നമ്മൾ തകർക്കപ്പെട്ടിട്ടില്ല, നമ്മൾ ഉടയപ്പെട്ടിട്ടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തകർക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിപ്പന്റ് ചെയ്യുകയും നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറയുകയും നമ്മെ തന്നെ ദൈവസഭയെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ദൈവം കുറ്റക്കാരാന്ന് എണ്ണത്തില്ല, മറിച്ച് ദൈവം നമുക്ക് കൂടുതൽ കൃപ തരത്തേയുള്ളൂ. അവൻ ആരെയും തള്ളിക്കളയുന്ന കർത്താവ്. ശിഷ്യന്മാരെ നോക്കിക്കേ, അവരെന്നെ എല്ലാവരും പൂർണ്ണരായിരുന്നു. സർവത്ര മിസ്റ്റേക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്ത് യേശുവിന്റെ കൂടാണതപ്പം എല്ലാ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തു. ഇനിയും യേശുവിന്റെ മഹാകഷ്ടതയുടെ വേദനയുടെ സമയത്ത് ഇവരിൽ 2-3 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് അടുത്ത് കൊണ്ടുപോയി. എന്നോട് വിളിച്ചില്ല, ഒന്ന് ഉണർന്നിരിക്കണേ, ഞാൻ ഹൃദയവേദനയിലാണ് എന്ന് പറഞ്ഞ് യേശു ഹൃദയം പൊട്ടി കരയുകയാണ്. അല്പം കഴിഞ്ഞ് വന്നപ്പോ ഇവരിന്ന് ഉറങ്ങില്ല. അവരെ ഉണർത്തി 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തു. പക്ഷെ ഇവന്മാര് എത്ര പറഞ്ഞാലും ശരിയാകത്തില്ല, പിന്നെയും ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ യേശു അവരെ തള്ളിക്കളയുവാനായിരുന്നു. യേശു അവർക്ക് കൃപ കൂടുതൽ കൊടുത്ത് പെന്തക്കോസ്ത് നാളിൽ ദൈവാത്മാവ് അവരുടെ മേൽ പകർന്നിട്ട് ദൈവസഭയുടെ ശക്തമായ വക്താക്കളാക്കി അവരെ മാറ്റുവാൻ കാരണം എന്താ? അവർ കുറവില്ലാഞ്ഞിട്ടല്ല, അവരുടെ ജീവിതത്തിലെ കുറവുകളുടെ മുമ്പിൽ
അവര് സമർപ്പിച്ചപ്പോൾ ദൈവം അവർക്ക് കൂടുതൽ കൃപ കൊടുത്തു. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം. ദൈവം നമുക്ക് കൂടുതൽ കൃപ നൽകുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ വായിക്കുന്നത്, നീ എനിക്ക് മറവിടമാകുന്നു. അതല്ല നമ്മൾ സംഘത്തിൽ വായിച്ചത്. യു ആർ മൈ ഹൈഡിംഗ് പ്ലേസ്. ദൈവം അതിനെ നമ്മൾ മനസ്സിലാക്കി. യു ആർ മൈ ഹൈഡിംഗ് പ്ലേസ്. മറവിടം. പാറയുടെ ആ വിള്ളലിൽ ഇരുന്ന് അഭയം പ്രാപിക്കുന്നത് പോലെ ഞാന് നിന്നിലങ്ങ് അഭയം പ്രാപിക്കാൻ. യേശു എന്താ പറഞ്ഞത്? പിതാവേ, ഞാനും നീയും ഒന്നാകുന്നത് പോലെ അവരും നമ്മിൽ ആകണം. അവരും നമ്മിലാകണം. നമ്മൾ രണ്ടുപേരും എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ഞാനും അവരും ആകണം. അപ്പൊ യേശുവിൽ നമ്മളങ്ങ് മറയുകയാണ്. അങ്ങനെ നമ്മൾ യേശുവിൽ മറയുകയാണെങ്കിൽ, when circumstances, problems break our shell, our flesh, we will not try to protect ourselves. We will hide in Jesus. അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തു. എനിക്ക് എന്റെ അഭിമാനം സൂക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ആർഗ്യൂ ചെയ്ത് പറയേണ്ടൊന്നും കാര്യമില്ല. ഞാൻ യേശുവിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു യേശുവുണ്ട്. ആ യേശു എന്നെ പ്രൊട്ടക്ട് ചെയ്യും. അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹമ്പിളായിട്ട് സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അങ്ങനെ നമ്മൾ ഹമ്പിളാകുമ്പോൾ സ്തോത്രം, ഇന്ന് ദൈവം ലോകത്തിൽ എവിടെയാ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്? God looking a place to reside, dwell, where is it? അതാണ് നമ്മൾ സങ്കല്പത്തിൽ യെശയ്യാവ് വായിച്ചത്. So in the heart, അതാണ് നമ്മൾ വായിക്കുന്നത്. Isaiah 57 verse, I think it is 15 or 17. നീ ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമാണ്. അതെ, ഞാൻ പരിശുദ്ധൻ എന്ന നാമമുള്ളവനാണെങ്കിലും മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ പാർക്കുന്നു. I wish to reside, dwell with people with a humble heart. താഴ്മയുള്ള മനസ്താപമുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. അതാണ് നാം കഴിഞ്ഞ ദിവസം വായിച്ച ഐസയ്യാ 66. സ്വർഗ്ഗം എന്റെ സിംഹാസനമാണ്, ഭൂമി എന്റെ പാദപീഠമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ആലയം, പണിയുന്ന ആലയം എങ്ങനെയുള്ളതാണ്? ഏതാണ്? അരിഷ്ടനും മനസ്സ് തകർന്നവരും എന്റെ വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്നവരുമായ മനുഷ്യനെ ഞാൻ ആശിക്കും. നമ്മൾ ഹമ്പിളാണോ, നമ്മൾ താഴ്മയുള്ളവരാണോ എന്നുള്ളതിന്റെ തെളിവെന്താണ്? What is the proof or evidence of our humbleness? ദൈവ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന ഒരു വ്യക്തി താഴ്മയുള്ളവനാണ്, ഹമ്പിളാണ്. എന്തൊരു വിറയ്ക്കുക എന്ന് പറഞ്ഞ ദൈവമേ, നിന്റെ ഈ വചനത്തിന് മുമ്പിൽ ഞാൻ ബലഹീനയാണ്. നിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ, നിന്റെ സ്വഭാവത്തിന് മുമ്പിൽ എനിക്ക് എത്ര വീക്ക്നെസ് ആവുള്ളത്. ഞാൻ നിന്നെ പോലെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് ആ വചനത്തിന്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചില്ലേ, ആരാണ് പൂവർ ഇൻ സ്പിരിറ്റ്? ആത്മാവിൽ ദരിദ്രരായവരാരാണ്? The person who knows his need is a poor man. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആവശ്യം മനസ്സിലാക്കുന്നെങ്കിൽ ആ വ്യക്തിയാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഹംബിൾനെസ് ആണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. That is the first step to the kingdom of God. ദൈവരാജ്യത്തിലേക്ക് കയറാനുള്ള ആദ്യത്തെ പടി അതാണ്. എന്താ പടി? ഞാൻ ദരിദ്രനാണ്, ഞാൻ പാപിയാണ്, എനിക്ക് പാപമോചനം വേണം, നിനക്കെന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയാം, ഞാൻ നിന്റെ അരികിൽ വരുന്നു, എനിക്ക് ആവശ്യമുണ്ട്,
പാപമോചനത്തിന്റെ ആവശ്യമുണ്ട്, എനിക്ക് ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട്, എനിക്ക് സൗഖ്യത്തിന്റെ ആവശ്യമുണ്ട്, എനിക്ക് യഥാസ്ഥാനപ്പെടേണ്ട ആവശ്യമുണ്ട്. എന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ വന്നിട്ടുണ്ട്, ഞാൻ ബലഹീനനാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താഴുന്ന വ്യക്തിയാണ് ദൈവരാജ്യത്തിലേക്ക് കയറുവാൻ യോഗ്യൻ. സ്തോത്രം. അതിന്റെ മുമ്പിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആണ്ടുകളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എന്റെ എത്രയോ ദിനങ്ങൾ നഷ്ടമായി, എന്റെ എത്രയോ സമയങ്ങൾ നഷ്ടമായി പോയി. എന്നോട് ക്ഷമിക്കണം, എനിക്കത് റിസ്റ്റോർ ചെയ്യുവാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ മുമ്പിൽ നമ്മൾ കരയുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ദൈവാശ്വാസത്തിൽ നാം പറഞ്ഞില്ല, ഞാൻ ഓർപ്പിച്ചില്ലേ, ദൈവത്തിന്റെ ആ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് കൂടുതൽ കൃപ തരും. സമയം മുമ്പോട്ട് പോകുന്നതിൽ എനിക്ക് നിർത്താൻ സമയമാകുന്നു, ഞാൻ വിവരിക്കുന്നില്ല. വളരെ എനിക്ക് സന്തോഷകരമായ ഒരു മെഡിറ്റേഷനാണ് എന്റെ പേഴ്സണലിൽ ലൈഫിൽ ഇത് ഉണ്ടായത്. അതുകൊണ്ട് അതിലെ കുറെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. ഇസ്രായേൽ മക്കളെ ആക്രമിച്ചിരുന്നതായ മിദ്യാനിനെ കുറിച്ച് നമുക്കറിയാം. We know Midianites. They were stealing, robbing the blessings of Israelites. അവരുടെ നന്മകളെല്ലാം അവർ ചോർത്തിക്കളയുകയായിരുന്നു. അപ്പം ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, സാധാരണ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. അയാള് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു കൂട്ടം ആളുകൾ അവന്റെ കൂടെ കൂടി. ദൈവം പറഞ്ഞു, ഇത് വലിയൊരു കൂട്ടം, എത്രയൊന്നും വേണ്ട, നീ 30,000 പേരെയും കൊണ്ടൊക്കെ പോയാൽ ജയം കിട്ടുമ്പം ഞങ്ങളുടെ കഴിവുകൊണ്ടാന്ന് അവര് പറയും. അതുകൊണ്ട് ഇവരെ ഒന്ന് ശോധന ചെയ്യണം. ഭയഭീതിത്തുള്ളവരൊക്കെ പോകാൻ പറയണം. ഒത്തിരി പേരും പോയി. പിന്നെ കുറച്ചു പേരായപ്പോ അവരോട് പറയും, ഇതും കൂടുതലാണ്, ഇവരെ വെള്ളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോയി ഒന്ന് ശോധന ചെയ്യണമെന്ന് പറഞ്ഞു. അതും ശോധന ചെയ്തു. അപ്പോഴേക്കും കുറെ പേരോട് പോയി. ആകെ അപ്പം 300 പേരേ ഉള്ളൂ. 300 പേരും ഒരു പക്ഷേ ഇന്ത്യയിലൂടെ കാണുന്നത് 300 പേര്. അപ്പൊ അവരോട് ചില യുദ്ധത്തിന്റെ ട്രാക്കുകളൊക്കെ ടാക്ടിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്ത് വേണം? ഒരു മൺകുടം വേണം, ഒരു എർത്തൻ വെസൽ വേണം, അതിനകത്തൊരു പന്തം കത്തിച്ചു വെക്കണം, കത്തിച്ചു വെച്ചേക്കണം. എന്നിട്ട് ഒരു കയ്യില് ഒരു ട്രംപറ്റും ഉണ്ടായിരിക്കണം. എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. ഞാന് കൊട ഉടയ്ക്കുമ്പോ എല്ലാവരും ഒരുപോലെ കൊട ഉടയ്ക്കണം. കൊട ഉടച്ചു കഴിയുമ്പം അതിനകത്തിരിക്കുന്ന ആ പന്തമങ്ങ് ആളിക്കത്തും. അപ്പോഴേക്കും കയ്യിലിരിക്കുന്ന കാഹളമുണ്ട്, ഭയങ്കര ശബ്ദത്തിലങ്ങ് കാഹളവും കൂടെ കൂട്ടണം. ഇത്രയും മാത്രം ചെയ്തേച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞപ്പോ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഈ ശത്രു പാളയത്തിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അവര് തങ്ങളിൽ തന്നെ വിട്ട് അവര് ബാക്കിയവര് ഓടിപ്പോയി. സ്തോത്രം. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കാര്യമാണ്. നമ്മളിവിടെ ന്യൂ ടെസ്റ്റ്മെന്റിലാണ് കഴിയുന്നത്. We are here in New Testament. We are fighting against the power of darkness, kingdom of darkness. സാത്താന്റെ സൈന്യത്തോടാണ് നമ്മൾ എതിർക്കുന്നത്. ആ സാത്താന്റെ സൈന്യത്തെ എതിർക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതേ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കണം. ഈ മൺകുടം ഞാനും നിങ്ങളുമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 4:7 തോന്നുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ലെന്ന് വരുമാറ് മൺകൂടാരങ്ങളിൽ അത്രേ പറന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൺകൂടാരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൺകുടം അങ്ങ് ഉടയുമ്പോ പന്തം കത്തും. മൺകുടം എന്ന് പറയുന്നത് നമ്മുടെ ജഡമാണ്, നമ്മുടെ സെൽഫിഷ്നെസ് ആണ്, നമ്മുടെ സ്വയമാണ്. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സെൽഫിഷ്നെസ് ഓർ നമ്മുടെ സെൽഫ്, അത് നമ്മൾ അങ്ങ് ദൈവസന്നിധിയിൽ ബ്രേക്ക് ചെയ്യുകയാണ്, ഉടയ്ക്കുകയാണ്. കർത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ആ സ്വയത്തെ നമ്മൾ ഉടച്ചു കളയുമ്പോൾ നമ്മൾ എന്തിന് യോഗ്യരാകുമെന്ന് അറിയാമോ? നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന തീയ് ആളിക്കത്ത് പുറത്തു വരും. ഇറ്റ് വിൽ ഹെൽപ് ടു മാനിഫെസ്റ്റ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് അതിനിടയായിത്തീരും. അപ്പൊ നമ്മുടെ കയ്യിലൊരു കാഹളമുണ്ട്. ആ കാഹളം അവരുടെ കയ്യിലായിരുന്നു, പക്ഷെ ഇത് നമ്മുടെ വായില്ല. കാഹളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാകുന്ന ആ കാഹളം നാം നീട്ടി നമ്മുടെ വായിൽ കൂടെ ആത്മാവിൽ പറയുകയും നമ്മുടെ ജഡം ഉടഞ്ഞിട്ട് പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മളിൽ കൂടി ആളി കത്തുകയും ചെയ്യുമ്പോൾ
Power of darkness will break. അന്ധകാര ശക്തികൾ തകരുവാൻ ഇടയായി തീരും. സ്തോത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ നമ്മളിൽ വസിക്കണം. ദൈവം നമ്മളിൽ വസിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മളല്ല, അവൻ നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ഒരു ഒരു വിഷമം വരത്തില്ല ഒന്നിലും. ഞാനല്ല, ദൈവമല്ലേ പ്രവർത്തിക്കുന്നത്, ദൈവത്തിനല്ലേ മഹത്വം. പരാജയം വന്നാൽ ദൈവത്തിനല്ലേ കുഴപ്പം. അതുകൊണ്ട് പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ആ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയും. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നും നുറുങ്ങിയുള്ള ഹൃദയമാണ്. സ്തോത്രം. അതിന്റെ തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ മാറ്റി കളയണം. സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ലൂക്കോസ് ചാപ്റ്റർ 20:17-18 വാക്യങ്ങളിൽ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ആ കല്ലിൽ ചെന്ന് വീണിട്ട് ഉടയുന്നവരെ ദൈവം തന്റെ മഹത്വം പകരുവാനായിട്ട് ഉപയോഗിക്കും. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, ആ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച് നമ്മൾ നമ്മെ തന്നെ ഉടയ്ക്കുവാനായി, നമ്മുടെ സ്വയത്തെ, നമ്മുടെ പാപ സ്വഭാവത്തെ ഉടയ്ക്കുവാനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ പണിഞ്ഞിട്ട് ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തും. യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് വിട്ടു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവൻ ഇങ്ങനെ ആ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അതങ്ങ് ഉടഞ്ഞുപോയ പാത്രത്തെ അവൻ എടുത്ത് വേറൊന്നായിട്ട് പണിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഉടഞ്ഞു പോയവരായിരിക്കാം. നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മെ ഷേപ്പ്ലെസ് ആക്കിയായിരിക്കാം. എന്നാൽ നമ്മൾ ആരുടെ കയ്യിലാണെന്നറിയാമോ? ആ പോട്ടർ ഉണ്ടല്ലോ, അവൻ എടുത്ത് കളയുന്നവനല്ല, നമ്മെ രൂപാന്തരപ്പെടുത്തി പുതിയൊരു പാത്രമാക്കി, മനോഹരമായ പാത്രമാക്കി അവൻ നമ്മെ മാറ്റും. ഇത്രയുമേ അതിനാവശ്യമുള്ളൂ. നമ്മൾ തകർന്ന ഹൃദയത്തോടെ ദാവീദിനെ പോലെ, ദൈവമേ എന്റെ ജീവിതത്തിൽ കുറവ് സംഭവിച്ചു പോയി, ഞാൻ കുറവുള്ളവനാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ പണിയുവാൻ ഇടയാകും. അല്ല, നമ്മൾ ആ കല്ലിൽ തട്ടി ഒന്ന് ഉടയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആ കല്ല് നമ്മുടെ മേൽ വീണിട്ട് നമ്മെ ധൂളിയാക്കി കളയും. അതിനാ ഞാൻ ആ നെബൂഖദ്നേസറിന്റെ ഉദാഹരണം പറഞ്ഞത്. നെബൂഖദ്നേസർ വലിയ സമർത്ഥനായ, വലിയ പ്രസിദ്ധനായ എംപററായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിലൂടെയൊക്കെ ദൈവം അദ്ദേഹത്തോട് ഇടപെട്ടു. ദാനിയേൽ അദ്ദേഹത്തിന്റെ ആ സ്വപ്നം കണ്ട് അർത്ഥം കണ്ടിട്ട് ഭയപ്പെട്ടു പോയി. രാജാവേ, ഈ സ്വപ്നത്തിന്റെ അർത്ഥം അങ്ങേക്ക് ഭവിക്കാതിരിക്കട്ടെ, ഇതങ്ങയുടെ ശത്രുക്കൾക്ക് വരട്ടെ, ഇതാണ് എന്നും പറഞ്ഞ് സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു. പക്ഷെ ഇതിലൊരു പരിഹാരമുണ്ട്. പരിഹാരം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്താ? ആ വാക്യം വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. സ്തോത്രം. 27-ാം വാക്യം, ദാനിയേൽ ചാപ്റ്റർ 4:27. ആകയാൽ രാജാവേ, എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദകരമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. ദാനിയേൽ 4:27. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അതിനാൽ പക്ഷേ തിരുമനസ്സിലേക്ക് സുഖകാലം ദീർഘമായി നിലനിൽക്കും. ദാനിയേൽ ആ ഒരു ആലോചന പറഞ്ഞു കൊടുത്തു. ആ കല്ലിന്മേൽ അങ്ങ് വീഴ്, നിന്റെ ആ സ്വയം, നിന്റെ ആ പാപ സ്വഭാവം ഒന്ന് ഉടയട്ടെ, നിന്റെ ആ സ്വഭാവം ഉടനെ നീ കീഴ്പ്പെടുത്തി കൊടുക്ക്. നീതിയാൽ പാപങ്ങളെയും ദരിദ്രർക്ക് കൃപ കാട്ടുന്ന അകൃത്യങ്ങളെയും പരിഹരിക്ക്. ഇവിടെ നമ്മൾ നീതിയാൽ പാപങ്ങളെ പരിഹരിക്കുന്നത് നമ്മളെന്തെങ്കിലും ചെയ്തല്ല, നമുക്ക് വേണ്ടി പാപമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമബലിയിൽ വിശ്വസിക്ക്, നീതീകരണം പ്രാപിക്ക്. സ്തോത്രം. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരട്ടെ. പക്ഷെ 12 മാസം ദൈവം വെയിറ്റ് ചെയ്തു. He waited for 12 years. 12 months. 12 മാസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതെല്ലാം നെബൂഖദ്നേസർ വന്നത്. എന്താ കാര്യം?
താൻ കറക്റ്റ് ചെയ്യാൻ മനസ്സ് വെച്ചില്ല, കീഴ്പ്പെട്ടില്ല. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് കേട്ടില്ല, ഇത്രയേ സംഭവിച്ചുള്ളൂ. സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവവചനത്തിലൂടെ നമ്മളോട് ഇടപെടുമ്പോൾ നമ്മളൊന്ന് വീഴാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അവന്റെ പാതപീഠത്തിൽ ഇറങ്ങുമല്ല, യേശുവിന്റെ പാതപീഠത്തിൽ നമ്മൾ വീഴണം. യേശുവെ ക്ഷമിക്കണമേ, കരുണ കാണിക്കണമേ, നീ ദീർഘക്ഷമയുള്ള ദൈവമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് നമ്മുടെ ജഡത്തെ ഒന്ന് മൺകുടത്തെ ഒന്ന് ഉടയ്ക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവന് പ്രസാദകരമാകും. അവൻ നമ്മളിൽ വസിക്കും. നമ്മെ ഉപയോഗിച്ച് അവന്റെ മഹത്വം ലോകത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാകുന്നു. യഹോവയ്ക്ക് പ്രസാദമുള്ള മനസ്സ് തകർന്നും മുറുകിയുള്ള ഹൃദയമാകുന്നു. തകർന്നും മുറുകിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. എത്രയെത്ര നല്ല അവസരങ്ങളാണ് ദൈവം നമുക്ക് പിന്നെയും തന്നത്. നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മളോട് ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിവിടെ കാണുമായിരുന്നു, ലോകം ഇന്ന് കാണുമായിരുന്നു. എത്ര വലിയ അകത്യങ്ങളൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. പക്ഷേ ദൈവം ദീർഘശീലമുള്ളവനാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതെന്നാണ്. അവൻ കാത്തിരിക്കുകയാണ്. എന്തിനാ? തകർന്നും നുറുങ്ങിയ ഹൃദയത്തോടെ ആര് വരും? ആരെന്റെ കീഴിൽ വരും? ആരെന്നോട് പ്രാർത്ഥിക്കും? ആര് താഴ്മയുള്ളവരാകും? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഹംബിൾനെസ്. നമ്മുടെ ദൈവം, ഞാൻ താഴ്മയും വിനയുള്ളവരാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. എന്റെ സ്വഭാവം ഇതാണ്. അതുപോലെ നിങ്ങളുമാകണം. നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ധാരാളം കൃപ നൽകുന്നു. ദൈവം നമുക്ക് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമുക്ക് കൃപ തരണമെന്നാണ്. ആരും നശിച്ചു പോകുന്ന ദൈവത്തിൽ ആഗ്രഹിക്കില്ല. ആ കൃപാസ്ഥലത്തിലേക്ക് നമുക്ക് കടന്നില്ല. നമുക്ക് കൃപ പ്രാപിക്കാം, നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ഏതെങ്കിലും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാതെ. ദാവീദ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, ഏറ്റുപറഞ്ഞു, ഞാൻ പറയുമെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ നീ എന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാൻ പറയാത്തത്തോളം കാലം എന്റെ അസ്ഥികൾ ദ്രവിച്ചു പോകുന്നത് പോലെ ഞാൻ വേദനപ്പെടുമായിരുന്നു. കാര്യം എന്റെ കുറ്റം എനിക്കറിയാം, പക്ഷെ ആരോടും പറയുന്നില്ല. എല്ലാവരുടെയും മുമ്പ് ഞാൻ നല്ലവനാണ്. പക്ഷെ എന്റെ അകത്ത് ഞാനിന്ന് എന്റെ അസ്ഥികൾ ഉരുകിക്കൊണ്ടിരിക്കുക, പൊടിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഒടുക്കം ദൈവസ്ഥനിൽ ചെന്ന് ഏറ്റു പറഞ്ഞപ്പോഴേക്കും എന്റെ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് എന്നിൽ അവൻ പ്രസാദിച്ചു. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണ്. ആ ദൈവം അന്ന് മാത്രമല്ല, ഇന്നും അങ്ങനെയാണ്. ആ യേശു ഇവിടെ ഉണ്ട്. ഇന്ന് ഈ വചനം എവിടെയെല്ലാം ആളുകൾ കേൾക്കുന്നുവോ അവർക്ക് എല്ലാവർക്കും വേണ്ടി യേശു അതുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. അവന് മീഖാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്, 1000 ആട്ടുകൊറ്റലിലും 10,000 തൈല നദികളിലും യഹോവ പ്രസാദിക്കുമോ? ഇല്ല. എന്റെ അകത്യത്തിന് വേണ്ടി ഞാൻ ഏതെങ്കിലും വലിയ ഞങ്ങൾ യാഗം വല്ലതും കഴിക്കുന്നത് കൊണ്ട് പ്രസാദിക്കുമോ? ഇല്ല. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദയാതൽപരനായിരിക്കാനും താഴ്മയോടെ നടക്കാനും അല്ലാതെ എന്താകുന്നു അവൻ നിന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് മീഖ 6:6 വാക്യങ്ങളാണ്. ഇത് മാത്രമേ ദൈവം നമ്മളോട് ചോദിക്കുന്നുള്ളൂ. വേറെ ഒന്നും നമ്മളോട് ചോദിക്കുന്നില്ല. ദയാതൽപരനായിരിക്കുക, താഴ്മയുള്ളവരായിരിക്കുക, യേശുവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. അവൻ നമ്മെ പുതിയൊരു പാത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം